യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിലെയും വിധിയെയും മാനിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ മര്യാദ. അപ്പോൾ തീർച്ചയായിട്ടും അത് അംഗീകരിക്കുകയാണല്ലോ വേണ്ടത്. മാത്രമല്ല, ഈ വിജയം കൈവരിക്കുന്ന സന്ദർഭത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും ഈ നാടിൻ്റെ വികസന സാധ്യതകളെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇന്നലെ തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയുണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ പൊതുവിലുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം LDFന് സംഭവിച്ചു എന്നുള്ളത് അത് വിശകലനം ചെയ്യാനും പഠിക്കുവാനും തയ്യാറാവും. ജനങ്ങളുടെ തീരുമാനത്തെ മറികടക്കുക എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എവിടെയാണ് പെശകെന്ന് കണ്ടെത്താൻ അത് പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യപ്പെട്ട് തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനും കാലാകാലങ്ങളിലുണ്ടാകുന്ന ഈ മാറ്റങ്ങളെ ഏത് വിധത്തിലാണ് തിരുത്തേണ്ടതുള്ളത് എന്ന് മനസ്സിലാക്കാനും തയ്യാറാകുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇടുക്കിയെ സംബന്ധിച്ച് ഞാൻ ഇടുക്കിയിലെ ജനങ്ങളോട് നന്ദിയുള്ളവരുമാണ്. കഴിഞ്ഞ 10-25 വർഷക്കാലം ഈ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ അവസരമുണ്ടായി. ആ സന്ദർഭത്തിലെല്ലാം ഈ നാടിൻ്റെ വികസന കാര്യത്തിൽ കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അതല്ല, ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അതിനെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങും. അവിടെ നിന്നാണല്ലോ വിജയത്തിലേക്കുള്ള ചവിട്ടുപിടി. ആ നിലയിൽ ഒരു പരാജയത്തെ അതിൻ്റേതായ നിലയിൽ കാണുകയും ജനഹിതത്തിനനുസരിച്ച് പോകുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണെങ്കിൽ എന്താണുണ്ടായ വിഷയം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ജനങ്ങളോട് അവരുടെ രീതികൾക്കൊപ്പം നിന്ന് അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള പിൻബലവും പിന്തുണയും തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായ സാഹചര്യങ്ങൾക്കപ്പുറത്തോട്ടും ഈ നാടിനുണ്ടാകണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ജയിച്ചു വന്ന ജനപ്രതിനിധിക്കും എല്ലാവിധ പിന്തുണയുണ്ടാകും. അത് ഈ നാടിൻ്റെ വികസന കാര്യത്തിൽ കൂട്ടായ്മ രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നുള്ളതും തുടങ്ങിവെച്ച പദ്ധതികൾ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ളത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അക്കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെ എല്ലാ വിധത്തിലും സഹകരണവും പിന്തുണയും പിൻബലവും ജനവിധിയെ മാനിച്ചുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിന് ശേഷവും വലിയ ആത്മവിശ്വാസമാണല്ലോ അങ്ങ് പ്രകടിപ്പിച്ചത്. എവിടെയാണ് പിഴച്ചുപോയത്? കണക്കൂട്ടൽ അതാ ഞാൻ സൂചിപ്പിച്ചല്ലോ. അതാണ് പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും ചർച്ച ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അത് ചർച്ച ഉണ്ടായെന്നല്ലാതെ അങ്ങനെ സംഭവം പാർട്ടിക്കകത്തുണ്ടാകണ്ടേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. അതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ല. അതൊക്കെ നേരത്തെ പറഞ്ഞ അധ്യായങ്ങളാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടും ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ പാർട്ടി ചെയർമാൻ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല, അതുണ്ടാവുമല്ലോ. അങ്ങനെ വന്നാൽ എല്ലാം തീരുന്നതാണോ പ്രസ്ഥാനങ്ങൾ? ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതോടൊപ്പം നിലപാടുകൾക്കും ഇപ്പം നടന്ന മറ്റു സ്റ്റേറ്റുകളിലെ സ്ഥിതി എടുത്ത് പരിശോധിച്ച് നോക്ക്. അവിടെ കൊണ്ടായിരിക്കുന്ന ദേശീയതല പാർട്ടികൾക്കുണ്ടായ ക്ഷീണം ചെറുതാണോ? രാജ്യത്തുണ്ടാകുന്ന ക്ഷീണം ചെറുതാണോ? ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ അപജയം ഉണ്ടാകുമ്പോഴും അവർ വീണ്ടും ജനാധിപത്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ച് മുന്നേറുന്ന ചരിത്രമല്ലേ? കേരള കോൺഗ്രസ് ആ നിലയിൽ കർഷകർക്കൊപ്പവും അതോടൊപ്പം സാധാരണ ജനവിഭാഗത്തിനൊപ്പവും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കൊപ്പം നിന്നുകൊണ്ട് ജോലി ചെയ്യും. തെരഞ്ഞെടുപ്പ് വിജയം മാത്രം കൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി പോകുന്നത്. പൊതുപ്രവർത്തനത്തിൻ്റെ അജണ്ടയും അന്തസ്സത്തെയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനഹിതത്തെ മാനിക്കുക, അതോടൊപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുക. അക്കാര്യങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ. തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് മാത്രമാണോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുതൽക്കൂട്ട്? അതതിൻ്റെ ഒരു പാർട്ട് ഓഫ് ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അങ്ങനെ ഒരു ആശങ്കയൊന്നുമില്ല. അങ്ങനെ ചർച്ച ഉണ്ടായിട്ടില്ലെന്ന്. അല്ല, തെറ്റായി തോന്നണമെങ്കിൽ അങ്ങനെ ചർച്ച ഉണ്ടാകട്ടെ. അങ്ങനെ വിഷയം ഞങ്ങളുടെ മുമ്പിലില്ലല്ലോ. അജണ്ട ഇല്ലാത്ത കാര്യം എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഭരണപരമായ നേട്ടങ്ങൾ സ്വാഭാവികമായും വിലയിരുത്തപ്പെടുമ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയപ്പെടുന്നു എന്നുള്ളത് പൊതുവേ കേൾക്കുന്നൊരു കാര്യമാണ്. പക്ഷേ എവിടെയാണ് ആ പ്രശ്നം മനസ്സിലാക്കാൻ കഴിയേണ്ടത്? ഞാൻ എൻ്റെ നിയമസഭാ മണ്ഡലം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ എവിടെയാണ് കുറവെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്നാൽ ജനങ്ങൾ ഒരു മാൻഡേറ്റ് തീരുമാനമെടുത്താൽ അതാണല്ലോ അതിൻ്റെ ജനഹിതം. അതിനെ അംഗീകരിക്കുന്നു. ആ ജനങ്ങളോടൊപ്പം നിൽക്കാനും അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനും ഇന്നലകളിൽ ഇന്നതുപോലെ ഞാനുണ്ടാവും. കുറേ കൂടി വിപുലീകരിക്കും. കുറേ കൂടെ സമയം കൂടുതൽ കിട്ടുമല്ലോ ജന വിഷയങ്ങളിൽ ഇടപെടാൻ, ജനകീയമായ ഇടപെടലുകൾ നടത്താൻ. അവിടെ തന്നെ തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണത്തിന് അതിന് ഗവൺമെൻറ്റിന് നൽകേണ്ട സഹായം
അതൊക്കെ ഒരുപോലെ ആയിരിക്കും. അതൊന്നും വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ള യാതൊരു ധ്രുവീകരണത്തിനും ഒരിടവും കൊടുക്കില്ല. കേരള കോൺഗ്രസിനിടയിൽ മാണി ഗ്രൂപ്പിന്റെ ഒരു പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള അപ്പം അങ്ങനെയാണെങ്കിൽ നേരത്തെ ഏതെങ്കിലും കക്ഷിയുടെ ചോദ്യം ചെയ്യപ്പെടണ്ടേ? അന്ന് അവരുടെ ആരും ചോദ്യം ചെയ്യപ്പെട്ടോ? ഇതൊക്കെ ഓരോ തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും വിജയം ഉണ്ടാകുമ്പം ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയും പരാജയം ഉണ്ടാകുമ്പം തിരിച്ചും. അതൊന്നുമില്ല. തെരഞ്ഞെടുപ്പെന്ന് പറയുന്നതിന് അതിന് വേണ്ടിയല്ലേ. കാലാകാലം വരുന്ന വിഷയങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വിധി എഴുതുന്നു. ഇതുപോലെ തന്നെ 100 സീറ്റും പോലെ ജയിച്ചല്ലേ കഴിഞ്ഞ പ്രാവശ്യം LDF അധികാരത്തിൽ വന്നേ. അപ്പോൾ നാടിയെല്ലാം പ്രസക്തമായ വിഷയം നഷ്ടപ്പെട്ടു പോയെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? അവിടെ തിരിച്ചിട്ടുണ്ടായി, ഒരു തരംഗമുണ്ടായി. ആ തരംഗം ഏത് വിധത്തിലാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നല്ലവണ്ണം നടത്തും, ഗ്രഹപാഠം നടത്തും, കാര്യങ്ങൾ ബോധ്യപ്പെടും, അതനുസരിച്ച് പ്രവർത്തിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിന് 2 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ മാണി ഗ്രൂപ്പിന് 1 സീറ്റുകളുമില്ല. എല്ലായിടത്തും പരാജയപ്പെടുന്ന അല്ല, അതുകൊണ്ട് അത് ഒരു അണികൾക്കുള്ളിൽ തന്നെ ഒരു ആശങ്ക. ഞങ്ങളുടെ അണികൾക്ക് ഒരു ആശങ്കയില്ലെന്നേ. നിങ്ങൾക്ക് ബോധ്യപ്പെടായിരുന്നാൽ മതി. ഞങ്ങളുടെ അണികൾക്ക് വേണ്ട ആശങ്കയുടെ പ്രശ്നമില്ല. ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അണികൾക്ക് ഞങ്ങളെ അറിയാം. എല്ലാ കാലഘട്ടത്തിലും സീറ്റ് കൂടുതൽ ജയിച്ചു വരുന്നതുകൊണ്ട് മാത്രമാണ് ഒരു പാർട്ടി നിലനിൽക്കുന്നത്. പ്രത്യയശാസ്ത്രപരമായ നയങ്ങളും സമീപനങ്ങളും പരിപാടികളുടെയും പശ്ചാത്തലത്തിലാണ് ഒരു പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. ആ പാർട്ടി പ്രവർത്തനത്തിൽ സീറ്റുകളുടെ എണ്ണവും മാനദണ്ഡവും മാത്രം നോക്കി നിൽക്കുന്ന ഒന്നല്ല രാഷ്ട്രീയ പ്രസ്ഥാനം. അതുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതി ഞങ്ങൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു ആശങ്കയില്ല. ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത് LDFന്റെ ഉള്ളിൽ നിന്ന് തന്നെ വോട്ട് ചോർച്ച ഉണ്ടായി എന്നല്ലേ കാണിക്കുന്നത്? അത് കണ്ടെത്താൻ പറ്റുമോ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു, പരിശോധിക്കാം. ഈ 11 മന്ത്രിമാരെ 11 മന്ത്രിമാർ പരാജയപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത് അത് തീർച്ചയായിട്ടും ഭരണത്തിലുണ്ടായ വീഴ്ച തന്നെയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, 11 പേര് പരാജയപ്പെട്ടാലും 8 പേര് പരാജയപ്പെട്ടാലും ഇനി പൂർണ്ണമായി പരാജയപ്പെട്ടാലും അതെല്ലാം ഏതൊക്കെ രീതികളിലാണ് ഭവിച്ചിരിക്കുന്നുള്ളതിനെ കുറിച്ചിട്ടൊരു പഠനം ആവശ്യമുണ്ടല്ലോ. നമ്മളൊരാളെ കണ്ടാൽ ഉടനെ എൻ്റെ തീരുമാനം പറയലല്ലോ എവിടെയാണ് എൻ്റെ വിഷയങ്ങൾ, അത് മനസ്സിലാക്കും. പാലായിലെ ജോസ് കെ മാണിയുടെ പരാജയം എങ്ങനെയായിരിക്കും? അല്ല, അത് പ്രത്യേകിച്ച് ഓരോന്നോരോന്നായിട്ട് പറയേണ്ട കാര്യമില്ല. ജോസ് കെ മാണി തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോഴും കാര്യമായി എടുത്തിട്ടില്ല. അതിന് പ്രത്യേകത ഇരിക്കുന്ന അതിനകത്ത് കൈപ്പത്തി ചിഹ്നത്തെയല്ല ഞാൻ കണ്ടത്. ചിഹ്നം എല്ലാവർക്കും ഉണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ജനങ്ങൾക്ക് എന്താ പ്രത്യേകത? അതിനെ കാര്യമായിട്ട് എടുക്കാത്തതിൻ്റെ പേരിൽ എന്താ പ്രശ്നം ഉണ്ടായത്? കാര്യമല്ല, ചിഹ്നമാണ്. ഞാൻ മത്സരിച്ച് 2 അദ്ദേഹം മത്സരിച്ച് കൈപ്പത്തി. അതിനപ്പുറത്തോടെ എന്താ പ്രശ്നം? അല്ല, അങ്ങനെ നിങ്ങൾ മീഡിയ പ്രവർത്തകരാണെങ്കിൽ പോലും വസ്തുതാപരമായ ആധാരത്തോട് യോജിക്കേണ്ടത്. മുൻകാലങ്ങളിൽ ഇതേപോലെ കൈപ്പത്തുകൾ തോറ്റപ്പോൾ നിങ്ങൾക്ക് ഈ വികാരത്തെക്കുറിച്ച് ചോദിക്കാൻ പറ്റിയില്ലേ? പീരുമേളിൽ ഉടുമ്പൻചോലയിലും ദേവികുളത്തും കൈപ്പത്ത് നിരന്തരമായി 10-15 വർഷം തോറ്റില്ലയോ? അപ്പോൾ അതൊക്കെയാണോ ഒരു രാഷ്ട്രീയ ചർച്ച? അതാണോ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ വിഷയം? അതൊന്നുമല്ല. അതൊക്കെയാണ് രാഷ്ട്രീയത്തിൻ്റെ വിജയപരാജയത്തിൻ്റെ കാരണം. എനിക്കറിയത്തില്ല, നിങ്ങൾക്കൊരു പക്ഷേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങളല്ല. എനിക്ക് നിലപാടുള്ളൊരു വ്യക്തിയാണ്. ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ്. ആത്മാർത്ഥമായിട്ട് എൻ്റെ വിശ്വാസത്തെ അതുപോലെ ഞാൻ ബലപ്പെടുത്തി നിർത്തും. ഒരു പരാജയം കൊണ്ടൊന്നും എൻ്റെ വിശ്വാസത്തെയോ എൻ്റെ തീക്ഷ്ണതയോ മാറ്റി നിർത്താൻ കഴിയില്ല. അതേപോലെ തന്നെ ധാരാളം വിഷയങ്ങൾ വരുന്ന സന്ദർഭങ്ങളിലും ഞാൻ കൃത്യമായി എൻ്റെ വിശ്വാസ തീക്ഷ്ണതയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ സമർപ്പണബോധത്തെയോ എൻ്റെ ചിന്തകളെയോ എനിക്കൊരു തോൽവി ദൈവം അറിഞ്ഞു തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത അത്രത്തോളം ഉണ്ട്. പിന്നെ എനിക്കെന്തിനാ ആരെ ഭയപ്പെടാൻ? ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഏത് രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും അവൻ്റെ വിശ്വാസ തീക്ഷ്ണതയിൽ കൃത്യമായി ക്രൈസ്തവ വിശ്വാസത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ, ഏതൊരു വിശ്വാസത്തെയും കീഴിൽ വിശ്വസിക്കുന്നെങ്കിലും എല്ലാ നന്മയ്ക്ക് വേണ്ടി എന്ന ആത്മാഭിമാനത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ട തത്വം. വ്രണപ്പെടേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എനിക്കിതിപ്പോൾ അർഹതപ്പെട്ടതല്ല എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഞാനത് ഏറ്റുവാങ്ങുന്നു. തീർച്ചയായിട്ടും 100%. ജീവിതാഭയം അവിടെ തന്നെയാണുള്ള ചെന്നെത്തേണ്ടത്. ഇതെല്ലാം വഴി നടക്കുന്ന വഴിപ്പാടുകളിലൂടെ കിട്ടുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും അല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ആത്യന്തികമായ ലക്ഷ്യവും ജീവിതവും ചർച്ചയും എവിടെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു വിശ്വാസത്തെ തീക്ഷ്ണമായി മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ഇതൊരു ഭയപ്പാടേ ഇല്ല. എൻ്റെ ഇതെല്ലാം ജനഹിതമായും ദൈവഹിതമായും കണ്ട് ഞാൻ വീണ്ടെടുക്കും.